ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടതും വളരെയധികം ആളുകൾ കാത്തിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് 2 മാസത്തെ തുക ലഭ്യമാകും എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളായിരുന്നു മുൻപ് ലഭിച്ചിരുന്നത്. നമുക്കറിയാം, 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ 1 മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തെ തുക കൂടി വിതരണം ചെയ്യുന്ന രീതിയിലുള്ള നടപടിയായിരുന്നു സാധാരണ ഉണ്ടാകേണ്ടത്. മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് സംസ്ഥാന സർക്കാർ. പ്രത്യേകിച്ച് കുടിശ്ശികയുള്ള തുക, മുൻപ് കുടിശ്ശികയുള്ള തുക ഇപ്പോൾ ഒരു തവണത്തെ ഗഡുവെങ്കിലും വിതരണം ചെയ്തുകൊണ്ട് തുക വർദ്ധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്ത് അവസാനിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് 2 മാസ തുക ലഭ്യമാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നത്. പക്ഷേ അതിലിപ്പോൾ അടിമുടി മാറ്റം വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ്. ഏകദേശം ഈ ഒരു വിഷുവിന് മുമ്പായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇതിൻ്റെ തുക വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി. 820 കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പക്ഷേ 1 മാസത്തെ തുക മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ള അറിയിപ്പാണ് ഔദ്യോഗികമായിട്ട് സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 2 ഗഡു തുക ലഭ്യമാകില്ല. ഈ ഒരു ഏപ്രിൽ മാസത്തിൽ 1 ഗഡു മാത്രം, അതായത് ഏപ്രിൽ മാസത്തെ തുക മാത്രമായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുക വീണ്ടും അതിൻ്റെ വിതരണം നീണ്ടുപോകും. ഒരുപക്ഷെ ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് സർക്കാരിൻ്റെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് മാത്രം തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നു. ഇതിനായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. 2 മാസത്തെ തുക പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. വിഷു, ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കാനായിട്ട് 1600 രൂപ മാത്രമായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഇത് തന്നെയായാലും ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. കാരണം തുക കുടിശ്ശികയുള്ളത് വരുന്ന സമയങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്നും മുൻപ് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു മാസത്തിൽ, അതായത് ഏപ്രിൽ മാസത്തിലെ തുക അടുപ്പിച്ച് തന്നെ, അതായത് ഇപ്പോൾ മാർച്ച് മാസാവസാനത്തോടു കൂടിയും അതിനുശേഷം ഏപ്രിൽ മാസത്തെ തുക വിഷുവിനും ഈസ്റ്ററിനും മുമ്പായിട്ട് തന്നെ ഈ ഒരു ദിവസത്തെ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. ഈ ഒരു അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോടുകൂടി തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു ഇൻഫോർമേറ്റീവ്